ശബരിമലയിൽ ആടിയ ശിഷ്ടം നെയ്യ് ക്രമക്കേടിൽ വിജിലൻസ് പരിശോധന. സന്നിധാനത്തെ ഓഫീസിലും കൗണ്ടറിലുമാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളിയാണ് ചേരുന്നത്. മിഥുൻ, കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് ഈ വിഷയത്തിൽ കേസെടുത്തത്. 33 ദേവസ്വം ജീവനക്കാരാണ് പ്രതിസ്ഥാനത്തുള്ളത്. 36 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ടോ മിഥുൻ? നീലിമ, സന്നിധാനത്തെ ഓഫീസുകൾ, കൗണ്ടറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായി വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി ഈ ക്രമക്കേട് കണ്ടെത്തുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നു. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് സന്നിധാനത്ത് ഇപ്പോൾ വിവിധ മേഖലകളിൽ ഓഫീസുകളും രജിസ്റ്ററുകളും മറ്റ് കൗണ്ടറുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നത്. 13,679 പാക്കറ്റ് നെയ്യ് വിൽപ്പന നടത്തിയതിൽ, ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പന നടത്തിയതിൽ തുക ദേവസ്വം ബോർഡിലേക്ക് അടച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ മണ്ഡലകാലം കഴിഞ്ഞപ്പോൾ കണക്കെടുപ്പ് നടത്തിയതിൽ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. ഈ ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പന നടത്തിയതിൽ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ പ്രാഥമിക അന്വേഷണം നടത്തി അന്വേഷണ ചുമതല SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘത്തിന് കൈമാറുകയായിരുന്നു. അങ്ങനെ 36 ലക്ഷത്തിന് മുകളിൽ 36,24,000 രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമിക കണ്ടെത്തലുണ്ടായി. 13,679 പാക്കറ്റ് ആടിയ ശിഷ്ടം നെയ്യാണ് കൗണ്ടറുകൾ വഴി വിറ്റതിൽ പണം ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാതിരുന്നത്. ഇങ്ങനെ പണം അടയ്ക്കാത്തതിൽ 13 ലക്ഷം രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടായി എന്നുള്ള ആദ്യ കണ്ടെത്തൽ. പിന്നീട് അത് 36 ലക്ഷം രൂപയുടെ നഷ്ടം ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക ഘട്ട അന്വേഷണത്തിലെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് 33 ഉദ്യോഗസ്ഥർക്കെതിരെ, ഈ നെയ്യ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട 33 ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വളരെ വേഗത്തിലുള്ള പരിശോധന ദേവസ്വം ബോർഡിന്റെ വിവിധ ഓഫീസുകൾ, കൗണ്ടറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിഷേകം ചെയ്ത നെയ്യ് ലഭിക്കാത്ത ഭക്തരാണ് കൗണ്ടറുകൾ വഴി 100 മില്ലി നെയ്യ് 100 രൂപ നൽകി വാങ്ങിക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടി ടെമ്പിൾ ഓഫീസർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. ആ ചുമതലയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൗണ്ടറുകൾ വഴി നെയ്യ് വിൽപ്പന നടത്തുകയായിരുന്നു. ഇങ്ങനെ നടത്തിയിരിക്കുന്ന നെയ്യ് വിൽപ്പനയിൽ മണ്ഡലകാലം കഴിഞ്ഞപ്പോൾ കണക്കെടുപ്പ് നടത്തിയപ്പോൾ 13,627 പാക്കറ്റ് നെയ്യ് നൽകിയതിൽ, വിൽപ്പന നടത്തിയതിൽ ക്രമക്കേട് ഉണ്ട്. അത് കൃത്യമായി തന്നെ തുക ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടില്ല എന്ന കണ്ടെത്തൽ ഉണ്ടാവുകയായിരുന്നു. 2 രീതിയിലാണ് ഇങ്ങനെ ക്രമക്കേട് നടത്തിയത്. ഒന്ന്, ഭക്തർക്ക് ഈ 100 രൂപയുടെ 100 മില്ലി ലിറ്റർ നെയ്യ് നൽകുമ്പോൾ അതിന് കൃത്യമായ രസീത് നൽകാതിരിക്കുകയും ആ രസീതിലുള്ള പണം ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് ചേർക്കാതിരിക്കുകയും ചെയ്യുന്നു. 2, ഈ നെയ്യ് നൽകുന്നതിലെ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ക്രമക്കേട് നടത്തുന്നു. ഈ രീതിയിലാണ് ക്രമക്കേട് നടത്തിയത്. ഇങ്ങനെ ഉണ്ടായ ക്രമക്കേടിലാണ് ആദ്യഘട്ടത്തിൽ 13 ലക്ഷം രൂപയുടെ ക്രമക്കേടും പിന്നീട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ 36 ലക്ഷത്തിന് മുകളിൽ പണം ക്രമക്കേടിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പരിശോധന. ഈ പണം കണ്ടെത്തുന്നതിനും ഏത് രീതിയിലൊക്കെയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനുമുള്ള വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറിന് മുകളിലായി വിജിലൻസ് SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 36 ലക്ഷം എന്നുള്ള പ്രാഥമിക കണക്ക് ഇനിയും ഉയരുന്നതിനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇന്നത്തെ പരിശോധന കൂടി പൂർത്തിയാകുമ്പോൾ ഈ 36 ലക്ഷം എന്ന് നേരത്തെ കണ്ടെത്തിയിരിക്കുന്ന ഈ പ്രാഥമിക പരിശോധനയിലാണ് ഈ 36 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ വിജിലൻസിന്റെ സൂക്ഷ്മമായ പരിശോധനയിൽ ഇതിലും വലിയ അളവിൽ അവിടെ ക്രമക്കേട് നടന്നതായി ഒരുപക്ഷെ കണ്ടെത്തിയേക്കാം. 33 ജീവനക്കാരാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഇന്നലെയാണ് കഴിഞ്ഞ ദിവസമാണ് അവിടെ ഭണ്ഡാരത്തിൽ നിന്ന് വിദേശ കറൻസിയും നാണയങ്ങളും ഉൾപ്പെടെ, സ്വർണ്ണ നാണയങ്ങളും ഉൾപ്പെടെ മോഷ്ടിച്ച 2 ജീവനക്കാരെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വലിയൊരു മാഫിയ തന്നെയാണ് സകല രംഗത്തും അവിടെ പ്രവർത്തിക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെയാണ്. ഇത് വ്യാപകമായിട്ടുള്ള പരാതി ഹൈക്കോടതിയുടെ ഉൾപ്പെടെ നിരീക്ഷണത്തിലേക്ക് ഈ ആടിയ നെയ്യ് ക്രമക്കേട് എത്തി. അതിൽ കണ്ടെത്തലുകൾ ഹൈക്കോടതി തന്നെ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയും ചെയ്തത്. ഇതിൽ ഹൈക്കോടതിയെ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ നെയ്യ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട സുനിൽകുമാർ എന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചത്. പക്ഷേ ഹൈക്കോടതി ഈ ഒരു മറുപടിയിൽ മാത്രം തൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല. ഇനിയും വ്യാപകമായിട്ടുള്ള ക്രമക്കേട് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകാം എന്നുള്ള
വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയും SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘത്തെ ഈ ക്രമക്കേട് അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയും കൃത്യമായിട്ടുള്ള കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്നലെ 33 പേരെ പ്രതിപട്ടികയിൽ ചേർത്തതിന് തൊട്ടു പിന്നാലെ തിരക്കിട്ട് തന്നെ സന്നിധാനത്തെ ഓഫീസുകളും കൗണ്ടറുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തത്. ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം, സന്നിധാനത്ത് ഇത്തരത്തിലുള്ള നെയ്യ് വിൽപ്പനയായാലും മറ്റ് കറൻസി എണ്ണൽ അടക്കമുള്ള കാര്യങ്ങളായാലും ഈ വരുമാന കണക്കുകൾ അടക്കമുള്ള നടപരവ് അടക്കമുള്ള കാര്യങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും സുതാര്യമല്ല എന്നുള്ളതാണ് ഈ തട്ടിപ്പുകൾ പുറത്തു വരുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം. കറൻസികൾ, വിദേശ നാണയങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിൽ ഒപ്പം നടപരവ് എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിൽ ഈ കാര്യങ്ങളിലൊന്നും സുതാര്യമായിട്ടുള്ള നടപടികളിലൂടെയല്ല കടക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ കാര്യം തന്നെയാണ് ഈ ആടിയ ശിഷ്ട നെയ്യ് വിൽപ്പനയിലും സംഭവിച്ചിരിക്കുന്നത്. 13,600 ചില്ലുവാനം പാക്കറ്റ് നെയ്യുകൾ വിൽപ്പന നടത്തിയതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ മണ്ഡലകാലത്തെ ആകെയുള്ള കണക്കാണ്. അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ടാകും. 36 ലക്ഷം എന്ന് ഇപ്പോൾ പ്രാഥമിക കണക്ക് വന്നിരിക്കുന്നു. 13 ലക്ഷമായിരുന്നു ആദ്യം കണക്ക് രേഖപ്പെടുത്തിയത്. അത് അപ്പുറത്തേക്ക് 36 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും ഈ തുകയുടെ വ്യാപ്തി വർദ്ധിക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഉണ്ടാകും. അത് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ പൂർത്തിയാകുമ്പോൾ, ഓഫീസുകളും സന്നിധാനത്തെ കൗണ്ടറുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരിശോധനകൾ പൂർത്തിയാകുമ്പോൾ ഒരുപക്ഷെ 36 ലക്ഷം എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ആ തുക വർദ്ധിക്കുന്നതിനും ഇതിന്റെ വ്യാപ്തി, ഈ ക്രമക്കേടിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതിനുമുള്ള ഒരു സാധ്യതയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ 1.5 മണിക്കൂറായി സന്നിധാനത്തെ വിവിധ കേന്ദ്രങ്ങൾ, വിവിധ കൗണ്ടറുകൾ, സന്നിധാനത്തെ ഓഫീസുകൾ, രജിസ്റ്ററുകൾ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് വിജിലൻസ് SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീലിമ. ഓക്കെ മിഥുൻ, വിജിലൻസിന്റെ പരിശോധന പുരോഗമിക്കുകയാണ് സന്നിധാനത്ത്.